ഒരു ഗ്രാമം മുഴുവൻ അപ്രത്യക്ഷമാകുമോ? 1587 അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ഒരു ചെറിയ ദ്വീപിൽ 117 ആളുകൾ പുതിയ ജീവിതം ആരംഭിക്കാൻ താമസം തുടങ്ങി. 3 വർഷത്തിനു ശേഷം അവരെ തേടിയെത്തിയവർ കണ്ടത് ശൂന്യമായ വീടുകൾ, ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമം, ഒരു മൃതദേഹം പോലുമില്ല, ഒരു പോരാട്ടത്തിൻ്റെയും തെളിവുമില്ല. ഒരു മരത്തിൽ കൊത്തിവെച്ചിരുന്നത് ഒരു വാക്ക് മാത്രം: ക്രോട്ടൺ. 117 പേർക്ക് എന്തു സംഭവിച്ചു? ഇതാണ് ദ റോണോക്ക് കോളനി മിസ്റ്ററി. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇംഗ്ലണ്ട് പുതിയ കോളനികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലൊന്നായിരുന്നു റോണോക്ക് ഐലൻഡ്. 1587 ഗവർണർ ജോൺ വൈറ്റിൻ്റെ നേതൃത്വത്തിൽ 117 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവിടെ താമസം തുടങ്ങി. അവരിൽ ജോൺ വൈറ്റിൻ്റെ മകളും ഉണ്ടായിരുന്നു. അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ ജനിച്ചത്, വിർജീനിയ ഡയർ. അമേരിക്കയിൽ ജനിച്ച ആദ്യ ഇംഗ്ലീഷ് കുഞ്ഞായിരുന്നു വിർജീനിയ ഡയർ. എല്ലാം പ്രതീക്ഷയോടെയായിരുന്നു ആരംഭിച്ചത്. എന്നാൽ കോളനിക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു: ഭക്ഷണക്കുറവ്, പരിമിതമായ വിഭവങ്ങൾ, പ്രാദേശിക ഗോത്രങ്ങളുമായുള്ള സംഘർഷം. അതിനാൽ ജോൺ വൈറ്റ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. സഹായവുമായി ഉടനെ തിരികെ വരാമെന്നായിരുന്നു പദ്ധതി. പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. എല്ലാം വലിയ കപ്പലുകളും യുദ്ധത്തിനായി ഉപയോഗിക്കപ്പെട്ടു. ജോൺ വൈറ്റിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. 1 മാസം മാത്രം കരുതിയ യാത്ര 3 വർഷമായി. വർഷം 1540. അവസാനം ജോൺ വൈറ്റ് റോണോക്കിലേക്ക് മടങ്ങി. പക്ഷേ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ തകർത്തു. ഗ്രാമം പൂർണ്ണമായും ശൂന്യം. വീടുകൾ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. മനുഷ്യരില്ല, മൃതദേഹങ്ങളില്ല, രക്തമില്ല, ആക്രമണത്തിൻ്റെ തെളിവില്ല. എല്ലാവരും സമാധാനപരമായി എവിടെയോ പോയതുപോലെ. ഒരു മരത്തിൽ ഒരു വാക്ക് കൊത്തിവെച്ചിരുന്നു: ക്രോട്ടൺ. മറ്റൊരു മരത്തിൽ ക്രോ. അത്രമാത്രം. ജോൺ വൈറ്റിനും കോളനിക്കാർക്കും ഒരു ധാരണയുണ്ടായിരുന്നു: ബലമായി കൊണ്ടുപോയാൽ ഒരു ക്രോസ് അടയാളം ഇടണം. പക്ഷേ ക്രോസ് ഉണ്ടായിരുന്നില്ല. അതായത് അവർ സ്വമേധയാ പോയതാണോ? ക്രോട്ടൺ എന്നുള്ളത് ഒരു ദ്വീപിൻ്റെയും അവിടെ താമസിച്ചിരുന്ന നേറ്റീവ് അമേരിക്കൻ ഗോത്രത്തിൻ്റെയും പേരായിരുന്നു. ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് കോളനിക്കാർ അവരോടൊപ്പം ചേർന്ന് ജീവിച്ചിരിക്കാമെന്നാണ്. ഇന്ന് ഇതാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന തിയറി. പക്ഷേ മറ്റ് തിയറികളുമുണ്ട്. ചിലർ പറയുന്നത് അവർ പട്ടിണി മൂലം മരിച്ചിരിക്കാമെന്നാണ്. മറ്റു ചിലർ പറയുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറിയിരിക്കാമെന്നാണ്. ചില കഥകൾ പറയുന്നത് അവരെ ശത്രുഗോത്രങ്ങൾ ആക്രമിച്ചിരിക്കാമെന്നാണ്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. ഇന്നും പുരാവസ്തു ഗവേഷകർ റോണോക്കിൽ ഖനനം നടത്തുന്നു. പഴയ ഉപകരണങ്ങൾ, പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇംഗ്ലീഷ് വസ്തുക്കൾ, പല തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 117 പേരുടെ അവസാന വിധി ഇന്നും വ്യക്തമല്ല. റോണോക്ക് കോളനി ചരിത്രത്തിലെ ആദ്യത്തെ വലിയ മാസ് ഡിസപ്പിയറൻസ് മിസ്റ്ററി എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. 117 പേർ ഒരു അടയാളവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷരായി. അവർ ക്രോട്ടൺ ഗോത്രത്തോടൊപ്പം ജീവിച്ചോ, അല്ലെങ്കിൽ ചരിത്രം മറച്ചുവെച്ച മറ്റൊരു സത്യമാണോ ഇതിന് പിന്നിൽ? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.